നമസ്കാരം. വർഗീയ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് രാജ്യത്ത് പല ഭാഗത്തായി നടക്കുന്നത്. പശുവിന്റെ പേരിൽ രാജ്യത്താകെ വർഗീയ കലാപം നടത്താൻ ശ്രമിക്കുന്ന അക്രമകാരികൾക്ക് ഊർജം പകരുന്ന നിലപാടാണ് അവരെ സഹായിക്കുന്ന സർക്കാരുകൾ കൈക്കൊള്ളുന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 60-ലേറെ കൊലപാതകങ്ങൾ ഗോ സംരക്ഷണത്തിന്റെ പേരിൽ നടന്നിട്ടുണ്ട്. വിമർശിക്കുമ്പോൾ അതൊരു വിഭാഗത്തെ കുറിച്ചല്ല പറയുന്നത്, അതവർ ഉയർത്തുന്ന വർഗീയതയെ എതിർക്കുകയാണ്. ഭൂരിപക്ഷ വർഗീയത ചെയ്യുന്ന ക്രൂരകൃത്യങ്ങൾ ചില ന്യൂനപക്ഷ വർഗീയതയ്ക്ക് വഴിവെച്ചുവെന്ന് രാജ്യത്ത് നിന്ന് മനസ്സിലാകും. ഒരു വർഗീയതയെ മറുവർഗീയത കൊണ്ട് എതിർക്കാൻ കഴിയില്ല. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയത പരസ്പര പൂരകങ്ങളാണ്. എല്ലാ വർഗീയതയും എതിർക്കണം. വഖഫ് ബില്ലുമായി സർക്കാർ രംഗത്ത് വന്നത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കും. വഖഫ് സ്വത്തുക്കൾ കണ്ടുപിടിക്കാനുള്ള ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണിതെന്ന് ഘടകകക്ഷികൾക്ക് പോലും പറയേണ്ടി വന്നു. മണിപ്പൂർ കലാപം ആളിക്കത്തിക്കാനാണ് വർഗീയ കക്ഷികൾ ശ്രമിക്കുന്നത്. രാജ്യത്താകെ ഉയർന്നു വന്നിട്ടുള്ളത് വലിയ ആശങ്കയാണ്. അയോധ്യ കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ലെന്നും രാജ്യത്താകെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇനിയും അക്രമം ഉണ്ടാകുമെന്നുമാണ് മുദ്രാവാക്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. മതത്തെ മറയാക്കി വിദ്വേഷം പടർന്നവർക്കെതിരെ വിട്ടുവീഴ്ച പാടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു. ഇത്തരക്കാർക്കെതിരെ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇരുട്ടിന് ഇരുട്ടോട് നേരിട്ടാൽ ഫലം കൂരിട്ടാകും. വർഗീയതയെ നേരിടേണ്ടത് മതനിരപേക്ഷത കൊണ്ടാണ്. വർഗീയതയെ വർഗീയത കൊണ്ടല്ല എതിർക്കേണ്ടത്. വർഗീയത എത്ര ചെറിയ അളവിലായാലും അത് വിമർശിക്കപ്പെടുക തന്നെ ചെയ്യാം. വർഗീയത വേറെ, വിശ്വാസം വേറെ എന്ന ധാരണ എല്ലാവർക്കും ഉണ്ടാവണം. പൗരത്വ ഭേദഗതിക്കെതിരെ ആദ്യം പ്രമേയം പാസാക്കിയത് കേരളമാണ്. നാം അനുഭവിക്കുന്ന അവകാശം ആരും ദയാപൂർവ്വം തന്നതല്ല, നാം പൊരുതി നേടിയതാണ്. ഭരണഘടനയെ തകർക്കാൻ ഏത് കൊലകൊമ്പൻ വന്നാലും സമ്മതിക്കരുത്. വർഗീയത ആയുധമാക്കി രാജ്യത്തെ തന്നെ കത്തിക്കാനുള്ള ശ്രമങ്ങളാണ് BJP സർക്കാർ ശ്രമിക്കുന്നത്. അതിന് കുടപിടിക്കുന്ന സമീപനമാണ് കോൺഗ്രസിന്റേത്. CPIM മുസ്ലിങ്ങൾക്കെതിരല്ല, ന്യൂനപക്ഷ വർഗീയതയാണ് എതിർക്കുന്നത് ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. RSSനെ എതിർത്താൽ ഹിന്ദുവിനെ എതിർക്കലല്ല, കാരണം ഹിന്ദുക്കളിൽ ഏതാനും പേർ മാത്രമാണ് RSS എന്നും അദ്ദേഹം പറഞ്ഞു. സമാന രീതിയിൽ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയെയും പാർട്ടി എതിർക്കുന്നതെന്നും ജമാഅത്തെ ഇസ്ലാമിയെ എതിർത്താൽ അത് മുസ്ലിം സമുദായത്തെ ആകെ എതിർക്കുന്നു എന്നതാണ് പ്രചാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.